എവിടെ പോവാ? നിന്നോടാ ചോദിച്ചാ എവിടെ പോവാന്ന്? നീ എവിടെ പോവാന്ന് ചോദിക്കുന്ന കേൾക്കുന്നില്ലേ? ചെവി അടിച്ചു പോയാ? ഹലോ ഹലോ, പ്രശ്നം ചെവി കേക്കാലേ? നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ ചോദിക്കണു നീ എവിടെ പോവാന്ന്? എവിടെ പോവാന്ന് പറയാനേ സൗകര്യം എന്ത് സൗകര്യം ഇല്ലെങ്കിൽ സൗകര്യം ഉണ്ടാക്കണം നീ. പറഞ്ഞിട്ട് പോണം. പറഞ്ഞിട്ട് പോണം. നീയൊക്കെ കാരണേ ഇവിടെ പോലീസ് കയറി ഇറങ്ങി. ഇനി പട്ടാളം കയറി ഇറക്കാൻ വേണ്ടിട്ടാ ഇല്ലാത്തണത്. പറഞ്ഞിട്ട് പോടി നീ. എന്ത് പറയണം? ഇന്നലെ രാത്രി എന്തിനാ മാള് എന്റെ അൽമാരിൽ കയറിയിരുന്നത്, ഒളിച്ചിരുന്നത്? മാളോ അൽമാരി കയറിയിരുന്നായിരുന്നു? എനിക്കറിയില്ല. എനിക്കറിയില്ല. സത്യം പറയടി. എന്ത് പറഞ്ഞോടി? ഇതേ വെറുതെ എന്റെ ക്ഷമേനെ പരീക്ഷിക്കരുത്. ഏട്ടഞ്ഞ ഞാൻ മഹാ കച്ചറയാടി. കൈ മാറ്റടി, കൈ ചൂണ്ടണോ നീയേ? ഏട്ടാ ഞാൻ മാത്രമല്ല, നീ വെറുതെ ഇരുന്നാലും തനി കച്ചറയാടി. ഞാൻ സഹിച്ചു. എനിക്ക് കച്ചറയായിരുന്നു, ഒരു കുഴപ്പമില്ലടി. ആണോടി? പറഞ്ഞിട്ട് പോടി. നീ എവിടെ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞില്ല. നീ ആരടി ഭീഷണിപ്പെടും? ആടി എന്റെ അടുത്ത് കളിക്കണ്ട. എനിക്ക് ദേഷ്യം വന്നാ ഞാൻ നല്ലത് വെച്ച് തരുവേ. എന്നാ പിന്നെ വാടി തുടങ്ങ. എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവോ? കൂടുതലിട്ട് ചൊറിയർത്തന്നെ ആരോടടി കൈ ചൂണ്ടി സംസാരിക്കുന്നു? എന്റെ അടുത്ത് തരുമോളെ. മാറിക്കോ നീ. താടി മാറിക്കോ. തലക്കിട്ടടിച്ചിട്ട് സോറി. ഞാൻ ഇവൾക്കിട്ട് അടിക്കാൻ പോയത് അല്ല പപ്പ, ഇവള് മനഃപൂർവ്വം പപ്പനിട്ട് തോന്നിയതാ. ഇറക്കി വിട് പപ്പ, ഇവിടെ ഇറക്കി വിട്. ഇറങ്ങി പോടി. എനിക്ക് കുരു. അതെ, നിർത്തോ, നിർത്ത്. ഇപ്പൊ തലക്കടിയിട്ട് ആർക്കാണ്? എനിക്കാണോ നിനക്കാണോ? ആണല്ലോ. ഈ വീട് ആരതാണ്? എന്റേതാണോ നിന്റെയാണോ? അല്ലല്ല പപ്പന്റെ. ആണല്ലോ. പിന്നെ എന്തിന് ഞാൻ നീ പറയുന്ന കേൾക്കണം? പിന്നെ ഞാനാണല്ലോ ഇവിടുത്തെ ഇവളെന്തിനാ പപ്പ ചിരിക്കണത്? എന്തിനു ചിരിച്ചാ? ഞാൻ അവളെ കളയൊക്കെ ചിരിച്ച അതെ, എവിടെ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ നിന്റെ കൂടെ. അതവിടെ മാളുവോ? അതവിടെ ആ കൊച്ചവിടെ. അവള് ജോലി അന്വേഷിച്ചു പോയി. അടുത്ത മാസം പപ്പന് കറക്റ്റായിട്ട് വാടക വരണ്ടേ. അപ്പൊ അതിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. നിങ്ങളെ സിൻസിയാരിറ്റിയെ ഞാൻ മാനിക്കും. അല്ല, നിനക്ക് ജോലിക്കൊന്നും പോട്ടെ? അയ്യോ, ഞാൻ ജോലി അന്വേഷിച്ച് പോവാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. നിങ്ങളിവിടെ വന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കൂ വെച്ചേ, ഇങ്ങോട്ട് നോക്കൂ. നിങ്ങളിവിടെ വന്ന സമയത്ത് നിങ്ങള് സ്റ്റുഡൻസ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ജോലിക്ക് പോയാ പിന്നെ ആര് പഠിക്കും? നമ്മൾ സ്റ്റുഡൻസ് തന്നെ. പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിട്ട് ജോലിയും കൂടി ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ സ്വന്തം കാലിലല്ലേ നിൽക്കുന്നത്? അതെ, ഞാനൊരു കാര്യം പറയാം. ജോലി നോക്കുന്നതൊക്കെ കൊള്ളാം. എനിക്ക് തലവേദന ആവരുത്, എനിക്ക് ജോലി ആവരുത്. മനസ്സിലായില്ല. കേസ് മഴക്കൊള്ളൊന്നും കൊണ്ടുവരരുതെന്ന് കൊണ്ട്. നമ്മളങ്ങനെ ചെയ്യില്ല. ആ, പിന്നെ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ഫോൺ നമ്പർ നിങ്ങൾ തരും. അച്ഛനമ്മയും ഫോൺ യൂസ് ചെയ്യണം. ഈ 2025 ഫോണിനെ കുറിച്ച് ആൾക്കാരും അതാണ് അതങ്ങനെ ശരിയാവും. ഞാനതന്നെ വിചാരിച്ച. ഞാൻ കൊറേ പറഞ്ഞു നോക്കി. അവർക്ക് താല്പര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ ഞാൻ ഈ കാര്യമൊക്കെ പറയാൻ വേണ്ടി അവരുമായിട്ട് എങ്ങനെ ബന്ധപ്പെടും? അഡ്രസ് തരാം, കത്തെഴുതി അയച്ചാ മതി. ലെറ്റർ ഇല്ലറ്റ് പഴയ കാലം. സോ നൈസ്. അഡ്രസ് തോട്ടുംകര വീട്, കായൽവഴി റോഡ്, പാലം മുറിച്ച് കടന്ന ആലപ്പുഴ പിയും. അതെന്തോന്ന് അഡ്രസ്? നമ്മുടെ അവിടെയൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ പഴയ ചിന്താഗതിക്കാരാ. അപ്പൊ പിന്നെ പഴയ രീതിയിലുള്ള അഡ്രസ്സുകളാണ്. സോ സിമ്പിൾ. പപ്പൻ അതിനകത്ത് അയച്ചാ മതി, അവർക്ക് കിട്ടും. അപ്പോഴേ ഞാൻ പോട്ടെട്ടാ, കുറച്ച്
ഉട്ടായ്പാണ് പപ്പ, ടൈപ്പ്. അപ്പൊ ഇതില് കത്തെഴുതിയാ മതിയല്ലേ? മതി മതി, ഉടനെ കിട്ടിക്കോളും. എന്റെ പപ്പ അത് ലോഗോ ടൈപ്പാണ്, ഫേക്ക് അഡ്രസ്സാ അത്. അത് നിനക്കെങ്ങനെ അറിയാം? പപ്പ ഈ ലോകത്തില്ലാത്തൊരു തട്ടിപ്പ് അഡ്രസ്സും കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവാണ്ടിരിക്കോ? കായൽ വഴി വീട് ഇത്ര എവിടെ ഉണ്ട് ഇങ്ങനത്തെ അഡ്രസ്? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബുദ്ധി ഉപയോഗിച്ചാലോ? അവരെ ഇറക്കി വിടാന്നല്ലേ? അതല്ല, നമുക്കിപ്പൊ തന്നില്ല അഡ്രസ്സ്, ആ അഡ്രസ്സിൽ ഒരു ലെറ്റർ അയക്കാം. എന്നിട്ട് അവര് മറുപടി തരുമ്പോൾ അതിൽ കൃത്യമായ അഡ്രസ്സ് എഴുതി തരാൻ പറയാം. ആരോട്? അവരെ പേരെന്റെ അടുത്ത്. കറക്റ്റ്, നല്ല ഐഡിയ. അതാണ്. ഓക്കെ, എന്ന് ലെറ്റർ എഴുതിട്ട് എന്നെക്കാളും വെല്ലൂടായിപ്പാ. മാറ്റ പ്ലാൻ അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. ഹലോ, ഇതാര് വാങ്ങിച്ചതാ? ഒക്കെ മനസ്സിലായി. ഇത് ഓസിക്കോ, വാടക ഓസാൻ നിൽക്കരുത്. ഓക്കെ, ഞാൻ എപ്പോഴെങ്കിലും ഓസി ഉണ്ടാവും പപ്പാ. ദൈവമേ, ഈ ജോലിയെങ്കിലും കിട്ടണേ. 10 പൈസ കയ്യിലില്ല, പെടും ഞാൻ. ദൈവമേ, മഴ പെയ്ച്ച് വണ്ടികളൊന്നും ഫ്രീ ആയിട്ട് കഴുകി കൊടുക്കരുതേ. ആ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു മ്യാൻമാറിൽ, ഭൂമി ഒലുക്കം, അതൊക്കെ ഒന്ന് പോയി ശരിയാക്ക്. ഈ വണ്ടി എഴുണ പണി അടിയൻ ചെയ്തോളാമേ. എക്സ്ക്യൂസ് മീ സർ. യെസ്. ചേട്ടനോ? നീയാ? നീ എന്താ ഇവിടെ? ചേട്ടാ, ഞാൻ ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. ആ, നിന്നെ കാരണം അവിടുത്തെ ജോലി തന്നെ പോയിട്ടാ ഞാൻ ഇവിടെ വന്ന്. നീ എന്റെ ജോലി വീണ്ടും കളയാൻ ഒന്ന് ഇറങ്ങി പോച്ചേ. ചേട്ടാ, ആ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി സംസാരിക്കരുത്. അതായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. എന്തോ പറ്റിപ്പോയത് ചേട്ടാ. ഇത് സർവീസ് സെന്റർ ആണ് വെച്ചേ, ഇവിടെ കാറ് കഴിയണ പണിയാണ്. നിന്നെ കൊണ്ട് പറ്റൂല. മതി, ഞാൻ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് കാണിച്ച് ജോലി ചെയ്യാൻ ഇതെന്താണ്? IT കമ്പനിയാ. നിന്നെ കൊണ്ട് പറ്റിയ ജോലിയൊന്നും ഇവിടെ ഇല്ല കുട്ടി. അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്. ഞാൻ എന്ത് ജോലി എടുക്കും, ഞാൻ നന്നായി ചെയ്യും. ഏതെങ്കിലും ഒരു ജോലി ഇതാ ചേട്ടാ. ആ കൺസൾട്ടൻസിക്കാരോട് ഞാൻ പറഞ്ഞു, വല്ല ബംഗാളി പയ്യന്മാരെ അയച്ചാൽ മതി. അങ്ങനെ പറയരുത്. എന്താ മലയാളികൾക്ക് ജോലി ചെയ്യണ്ടേ? ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. പണിയില്ലാണ്ട് പൈസ ഇല്ലാണ്ട് നടക്കുന്ന ഇത്രയും മലയാളികളുണ്ട് എന്നെ പോലെ ഉള്ളത്. അവർക്കും ജോലി കൊടുക്കണ്ട ചേട്ടാ. പ്ലീസ് ചേട്ടാ, എനിക്കൊരു ജോലി ചേട്ടാ പ്ലീസ്. 5 ഡയലോഗ് അടിച്ചല്ലേ, വെള്ളം കുടിക്ക്. ഇതേ വണ്ടി സ്ഥലമാണ്, സർവീസ് സെന്റർ ആണ്. നിന്നെ കൊണ്ട് പറ്റൂല ജോലി ചെയ്യാൻ. വണ്ടി കഴുകുന്നല്ലേ ചേട്ടൻ? ഒരു കാര്യം അറിയും, വീട്ടിൽ ഞാൻ അച്ഛൻ്റെ സ്കൂട്ടർ കഴുകും, പാത്രം കഴുകും, എന്തിനു നിലം നല്ല മിനാ ഞാൻ തുടക്കൂലേ. അതുകൊണ്ട് എനിക്ക് ഈ ജോലി പറ്റും. ചേട്ടൻ തരുമോ പ്ലീസ്? പക്ഷെ പണിയെടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ 1000 രൂപ കിട്ടുള്ളൂ ഇവിടെ. 1000 രൂപ മതി, എനിക്ക് അത്ര മതി. ഏത് വണ്ടി കഴുകണ്ടേ? എവിടെ വണ്ടി എവിടെ? അവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, നല്ലോണം കഴുകുവോ? പിന്നെ ഞാൻ മിന്നിച്ച് കഴുകി തരും. എന്നാ ചെല്ല്. ചേട്ടാ, ഈ ബാഗ് നോക്കിയേക്കണേ, പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്നാലും നോക്കും. ഇനി ഇതും കൂടി ഞാൻ നോക്ക്. നല്ല ആവേശമുള്ള കുട്ടിയാണ്. 2000 എന്നെ പണിയെടുപ്പിക്കും. ഉറങ്ങിയിട്ട് അതെ, പകൽ ഉറക്കം കുറച്ചാൽ മതി, അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് ഉറങ്ങാൻ പറ്റും. ഇതൊന്നുമല്ല. പിന്നെ എന്താ വല്ല കൊതുക് ശല്യം ഉണ്ടോ? റീതു, മനുഷ്യൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നത് തമാശക്കരുത് കേട്ടാ. സീരിയസോ? ഇവിടെ ഇപ്പൊ സീരിയസ് ആവാൻ ഇപ്പൊ എന്താ ഉണ്ടാകുക? വല്ല കള്ളന്മാരും വന്നോ? ആ, കള്ളന്മാരല്ല, കള്ളികള്. നീ നിന്റെ മുറിയിൽ കയറ്റി താമസിപ്പിച്ചിട്ടില്ലേ 2 കള്ളികളെ? അവളുമാര് കാരണം എന്റെ സമാധാനം പോയത്. കള്ളികളോ? എന്റെ പൊന്നു പാപ്പു, ഇത്തിരി വിവരദോഷം ഉണ്ടെന്നല്ലാതെ അവര് നല്ലതാ. പിന്നെ നല്ലത്, അവര് ഭയങ്കര കള്ളികളാ. എനിക്ക് ഓർമ്മയില്ല അന്ന് സ്റ്റേഷനിൽ വെച്ച് അയാള് പറഞ്ഞത്, മറന്നുപോയാ? അതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞിട്ടു. ഇന്നും കൂടി അവളുമാരെന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. എങ്ങനെയെങ്കിലും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കണം, ഇല്ലെങ്കിലേ നല്ല മുട്ടം പണിയായിരിക്കും വരാൻ പോകുന്നത്. പോലീസുകാർ ഇനി ഇവിടെ കയറി നിരങ്ങും. നമ്മൾ കൂട്ടുപ്രതികളും ആവും. ചാനലിലും പത്രത്തിലും ഒക്കെ നല്ല ഫോട്ടോ അടിച്ചു വരും. ഓ ഗോഡ്, അങ്ങനെയൊക്കെ സംഭവിക്കോ? ആ, അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ടല്ലേ പറഞ്ഞേ അവളുമാരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം. അങ്ങനെ ചവിട്ടുന്നൊക്കെ പാവമല്ലേ പാപ്പു? അയ്യോ, അങ്ങനെ ചവിട്ടി പുറത്താക്കണ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്.
എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന്. നമ്മൾ പറഞ്ഞാൽ അവര് പോവോ? ഇല്ലല്ലോ. ആ, നമ്മൾ പറഞ്ഞാ പോയില്ല, പക്ഷെ പോപ്സ് പറഞ്ഞാ പോവും. പക്ഷെ പപ്പൻ പറയില്ലല്ലോ. പപ്പനെ കൊണ്ട് പറയിക്കണം. അതിനൊരു വഴി. നിങ്ങളോട് എന്ത് ചെയ്യുന്നു? റീത്തു നെയിൽ കട്ട് ചെയ്യാ പോപ്സ്. വെരി ഗുഡ്. ആ നെയിൽ കട്ടറിങ് തരൂ. എന്തിനാ? എൻ്റെ പാറുവിന് നെയിൽ കട്ട് ചെയ്യാം. കുറച്ച് ദിവസമായി പാറു പറയുന്നു നെയിൽ കട്ട് ചെയ്യണം, നെയിൽ കട്ട് ചെയ്യണം. എന്നൊരു താങ്ക് യു. അവളുമാരെ ഇവിടുന്ന് പുറത്താക്കാനേ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കാൻ പോവാ. പ്ലാൻ ഉണ്ടാക്കി കഴിയുമ്പോഴേ നീ എന്റെ കൂടെ നിക്കണേ റീത്തു മോളെ. നിക്കാം, പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ നിക്കാൻ പറ്റുള്ളൂ. എന്താ? എനിക്കൊന്ന് നാട്ടിൽ പോണം. പ്ലാൻ ഉണ്ടാക്കിയില്ല, അതിനു മുമ്പ് നെഗറ്റീവ് മൂടുപോയി. ടാർക്ക് സീൻ. നിന്നെ കൂടെ രക്ഷിക്കാനാ ഞാൻ ഈ പാടുപെടുന്നത്, അതോർത്തോ. ചേട്ടാ 2 ബൈക്ക് 4 കാർ ഞാൻ കഴുകിയിട്ടിട്ടുണ്ട്. ഇത്ര പെടുന്ന? ആ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ആത്മാർത്ഥത കുറച്ച് കൂടുതലാന്ന്, അതുകൊണ്ട് നല്ല വൃത്തി കഴിയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ആത്മാർത്ഥമുള്ള കുട്ടിയെ കാണുന്നത്. യു ആർ റിയലി അമേസിംഗ്. നന്ദിയുണ്ട് ചേട്ടാ. കീപ് ഇറ്റ് അപ്പ്. ചേട്ടാ ഓ പൈസ. ആ, അപ്പൊ രാവിലെ പറഞ്ഞ പോലെ 1000 രൂപ ഉണ്ട്. ഓക്കെ. നാളെ ഇതേ സമയത്ത് ഞാൻ ഓക്കെ ഓക്കെ ഓക്കെ. ശരി. ബാഗ്. ആ ശരി. ഓക്കെ. ചേട്ടാ ഈ മമ്മൂട്ടി എവിടെ ചേട്ടാ? സിനിമ കാണും മമ്മൂട്ടിന്ന് നമ്മുടെ ക്ലബിലെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിട്ട് പുള്ളി വിളിച്ചാ വരുമോ? 25,000 രൂപ എടുക്കാം. ഞാൻ എന്താ പുള്ളിയുടെ മാനേജർ? ഒന്ന് പോടെ. മോഹൻലാൽ ഫാനാണല്ലേ? ഞാൻ മോഹൻലാൽ ഫാനാടാ, എന്റെ ഫാനാ. ഒന്ന് പോയത്. സൂപ്പർ കളല്ലേ? സൂപ്പർ കള് തന്നെ സൂപ്പർ കള തന്നെ. ഹലോ ബൈ പോപ്സ്. അതെ, പാപ്പോടെ വന്നേ. എന്താ പോപ്സ്? പാപ്പുവിന്റെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ, എന്താ കാര്യം പോപ്സ്? ചോദിക്കും. പാപ്പു ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഏതാണ്ട് 8 മാസത്തോളം ആയല്ലേ? ഓ, അത്ര ആയിട്ടുള്ളൂ. അത്ര ആയിട്ടുള്ളൂ. ആയി. പാപ്പു ഇന്നേ വരെ എന്താണ് ജോലി നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല? അല്ല, ഇവിടെ താമസിക്കുന്ന എല്ലാ പിള്ളേരും എന്താണ് ജോലി എന്നുള്ളത് കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ അടുത്ത് ജോലിയുടെ കാര്യം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പല അടവുകൾ എടുത്ത് ഇങ്ങനെ വഴുതി പോകാറാണ് പതിവ്. ഇന്ന് എന്തായാലും എന്താണ് ജോലി എന്നുള്ളത് പറഞ്ഞിട്ടേ പോകാവൂ. ഒരു മിനിറ്റ്, ശ്വാസം പിടിക്കട്ടെ. ഇക്കള വന്നിട്ട് ആലോചിച്ചൊന്നല്ല. കിട്ടി. എന്താണ്? ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പോപ്സ്. മെയിൻ ആയിട്ട് ഈ ഇന്റീരിയർ ഡിസൈനിങ്, അതാണ്. ഈ കെട്ടിടത്തിന്റെ Yeah. interior. നല്ലതാണ്, നല്ല ശമ്പളവും കിട്ടും. പക്ഷേ നീ ഇവിടുന്ന് പുറത്തു പോകുന്നത് രാത്രിയിൽ മാത്രമാണ്. ഏത് ഇന്റീരിയറിന്റെ വർക്കാണ് നീ രാത്രി ചെയ്യാൻ പോണത്? അത് പോപ്സ്, ഞാൻ അതിന്റെ കൂടെ മോഡലിങ്ങും ചെയ്യണ്ടല്ലോ. അപ്പൊ ഈ റാം ഷോസ് ഒക്കെ വരുമ്പോ അത് ലേറ്റ് ആയി പോലെ കഴിയുമ്പോ. അതാ എന്റെ ഷോസ് ഒന്നും പോപ്സ് കണ്ടിട്ടില്ല. മോഡലിംഗ് ഫോട്ടോസ് അതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെന്തൊരു വിശ്വാസമില്ലാത്ത പോലെ ആ പിള്ളേരെ പറ്റി നിങ്ങൾ പറഞ്ഞോ? അതാണോ പോപ്സിനൊരു സംശയം? അങ്ങനെ ആരെങ്കിലും കേട്ട് ഞാൻ സംശയിക്കാറില്ല. കാരണം എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ ഞാൻ പോയിന്റ് ബ്ലാക്കിൽ ഷൂട്ട് ചെയ്യും. അറിയാം.
എനിക്ക് മാറാൻ വേണ്ടി ചെയ്തു തരുന്നല്ലേ ബോസിന്റെ ഒരു കാര്യം. ആ രണ്ടര കൂടെ ഇവിടെ ഇരിക്കായിരുന്നോ? ഒന്ന് പിടിച്ചേ, ആ കൈ ഒന്ന് നീട്ടിക്ക്. എന്തിനാ പപ്പ കൈ നീട്ട്. എന്താ പപ്പ? അയ്യോ 500 രൂപ ഇതെന്തിനി? എനിക്കിന്ന് ശമ്പളം കിട്ടി. 1000 രൂപ കിട്ടിയുള്ളൂ. 500 ഞാൻ കുറച്ച് എനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു. ബാക്കി 500 പപ്പൻ്റെ ലഭിക്കാന്ന് വിചാരിച്ചു. അയ്യോ മോളെ അതൊന്നും വേണ്ട, നിങ്ങൾ സമ്പാദിച്ച പൈസ നിങ്ങളെ കയ്യിൽ തന്നെ ഇരിക്കണം. അയ്യോ പപ്പ ഇത് കയ്യിൽ വെച്ചേ, ഇത് കയ്യിൽ വെക്ക്. ഇതേ പപ്പന് വരുമ്പോ എനിക്കൊരു ആശ്വാസം ഉണ്ട്. എന്താ അറിയോ, വാടക വരാൻ നേരത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് തന്നു കഴിഞ്ഞാൽ അത് ശരിയാവും. ഓക്കെ, അതുകൊണ്ടാ. പപ്പ ആദ്യമായിട്ടാണ് ഒരാള് എനിക്ക് അഡ്വാൻസ് ആയിട്ട് വാടക തന്നിട്ടുള്ളൂ. ഇവിടെ ആരും അത് തന്നിട്ടില്ല. കണ്ട് പഠിക്കടി, ഇതാണ് പെണ്ണ്. പപ്പ കരയണ്ട പപ്പ. എല്ലാ മാസം ഇങ്ങനെ ഉണ്ടായാൽ മതി. ആ പപ്പ, ഇനി എല്ലാ മാസവും ഞാൻ നേരത്തെ പൈസ തരാന്ന് വിചാരിക്കണം. ആണോ? നല്ല കുട്ടി കേട്ടാ. ആരോ വന്നു, പപ്പൻ പോയി നോക്കിട്ട് വരാം. പപ്പൻ പോയി നോക്കിട്ടോ പപ്പ. ആരാ, എന്ത് വേണം? ഇവിടെ ലച്ചു എന്ന് പറഞ്ഞ കുട്ടി താമസിക്കുന്നത്. അതെ, നമ്മളെ സ്വന്തം കൊച്ചാണ്. എന്താ? സ്വന്തം കുട്ടീനെ ഒന്ന് വിളിച്ചങ്ങോട്ട്. മോളെ ലച്ചു, ഇങ്ങ് വരൂ. മോളെ കാണാൻ ഒരു മാമൻ വന്നിരിക്കുന്നു. ഹായ് ചേട്ടാ, ചേട്ടൻ ഇവിടെ. പപ്പ ഇതാണ് എന്റെ മറ്റേ ജോലി സ്ഥലത്തെ ചേട്ടൻ. ആണോ? നമസ്കാരം. സുഖമാണ്. ഒരു നമസ്കാരം ഇല്ല, ഒരു സുഖമില്ല. ഇവള് കാരണം പഞ്ചനക്ഷത്രം എണ്ണിയിട്ട് നിൽക്കണാണ് ഞാനിവിടെ. എന്താ അവള് കാണിച്ചതെന്നറിയോ? സർവീസിന് വന്ന വണ്ടിന്റെ പെട്രോൾ ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കണത്. എനിക്കുണ്ടായ നഷ്ടം എത്രയെന്നറിയോ? നിനക്ക് കണ്ടിച്ചു പോലില്ലടി. നീ എന്റെ പുറകിൽ തന്നെ നടക്കണം. എന്തിയാണ് മര്യാദക്ക് എന്റെ പൈസ കൂടെ തിരിച്ചു കിട്ടണം. പൈസ ചെലവായി പോയി ചേട്ടാ. ഏത് വായ്പ പോയാലും വേണ്ടിയില്ല, എനിക്ക് പൈസ ഇന്ന് കിട്ടണം ഇവിടെ. മനസ്സിലായോ? പപ്പ ആ പൈസ എനിക്ക് തരൂ. എടുത്തു കൊടുക്കണം. എടുത്തു പോകണം. പിന്നെ പ്രശ്നം ഉണ്ടാക്കണ്ട. കുറച്ച് മുന്നേ ഞാൻ തന്നില്ലേ അഡ്വാൻസ് ആയിട്ട്? എടോ താടോ കൊടുത്തേക്ക്. കൊടുത്താ ഇതെന്താ 500 രൂപ ബാക്കിയാ? എന്റെ സ്വഭാവം അറിയാലോ. പാപ്പ ഒരു 500 കൂടി കടമായിട്ട് തരും. കടമായിട്ട് മതി. ഗൂഗിൾ പേ ഉണ്ട്. ഇനി മേലാൽ ആ ഭാഗത്ത് അങ്ങനെ കണ്ടാല് അപ്പൊ നാളെ വരണ്ടേ? നാളെ നിന്റെ ദുഷ്ടൻ. എന്താണ് ഇത് കണ്ടാണോ ഞാൻ പഠിക്കേണ്ടത്? ഇതിലിപ്പോ പോപ്സിന് ലാഭാണോ നഷ്ടാണോ? മര്യാദക്ക് എന്റെ മാച്ച പൈസ മൊത്തം തന്നോളാം കേട്ടോ. പൂഞ്ച് ഇങ്ങനെ പോയ പി മാറ്റിട്ട് എം ആക്കേണ്ടി വരും. Let me tell you a story, freaking dizzying story. Don't you love Wolverine? ध्यान से सुन के बताना. ഒരിക്കലൊരു റാണി ചന്ദ്രനിൽ പോകാൻ വീട്ടിൽ നിറങ്ങി. കാര്യമറിഞ്ഞപ്പോ റാണിയുടെ ഹബ്ബി റാണിയെ തൊഴിച്ചേ. കരഞ്ഞോണ്ട് റാണി ചന്ദ്രനിൽ പോകാതെ ചന്തയ്ക്ക് പോയി.